പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു രാജ്യത്ത് ഒരു നല്ല ഭരണം ഉണ്ടാകണമെങ്കിൽ അവരെ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവണം. ആ ഡ്യൂട്ടി ചെയ്യണം. അതിനു പകരം ഇവിടുത്തെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സമസ്തയുടെ നേതാവിനെ പോലെ, PDPയുടെ നേതാവിനെ പോലെ, SDP-യുടെ നേതാവിനെ പോലെ അരമനകളും പാർട്ടി ഓഫീസുകളും പാണക്കാട് തങ്ങളുടെ മന്ദിരങ്ങളും ഒക്കെ കയറി ഇറങ്ങി നടക്കാണ്. എന്റെ പ്രിയ സതീശ, നിങ്ങൾ ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ ജോലി ചെയ്യൂ. ഭരണകൂടം എടുക്കട്ടെ, അവരെ നിങ്ങൾ തിരുത്തൂ, അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കൂ. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പാലാപിതാവ് തന്റെ ജനങ്ങളോട് പറഞ്ഞ അതേ ദിവസം മലപ്പുറത്ത് നടന്നു. ഒരു 13 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 1.5 വർഷക്കാലത്തോളം പതിയെ മയക്കുമരുന്ന് കൊടുത്തു മയക്കി. അവൾക്ക് മയക്കുമരുന്ന് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെത്തി. അവളെ മയക്കുമരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കാറിൽ കയറ്റി മറ്റൊരു സ്ഥലത്തെടുത്ത് പീഡിപ്പിച്ചു. അന്ന് ഇതിവിടെ നടന്നിരുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടിവെച്ചതാണ് അല്ലേ? നിങ്ങൾക്കിപ്പോ വലുത് പുരാവസ്തു തട്ടിപ്പുകാരന്റെ കാര്യമാണ്. നിങ്ങൾ എന്താ അവനെ തട്ടിപ്പുകാരനെന്ന് വിളിക്കാത്തെ? സോളാർ തട്ടിപ്പെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സ്വർണ്ണക്കടത്ത് തട്ടിപ്പെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അവനെ എന്താ പുരാവസ്തു തട്ടിപ്പുകാരൻ നിങ്ങൾ വിളിക്കാത്തെ? നിങ്ങൾ വിളിക്കണം. അവന്റെ പേരിൽ കേസെടുക്കണം, അവനായിട്ട് തകർത്തിടണം. അവന്റെ കൂടെ ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഒരു ക്രിസ്ത്യാനിയും അവനെ വൈറ്റ് വാഷ് അടിക്കാൻ, അവനെ ന്യായീകരിക്കാൻ അവന്റെ തന്തയും തള്ളയും പോലും തയ്യാറാവില്ല, അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ. അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിവിടെ ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം പാലാപിതാവ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു, ലവിനോട് ചേർത്ത് ജിഹാദ് പറയുന്നു. അന്നൊന്നും നിങ്ങൾക്ക് ഈ ജിഹാദ് എന്ന പദത്തിൽ ഇത്ര വേദന തോന്നിയില്ല. അതെന്താ കാര്യം? അപ്പൊ നർക്കോട്ടിക്കിനോട് ചേർത്ത് ജിഹാദ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേദനിച്ചതെന്താ? അപ്പൊ അതിന്റെ പിന്നിൽ കോടികൾ ഒഴുകുന്നുണ്ട് ഇവിടെ. എവിടുന്നാണ്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കോളനി എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത ഏതെങ്കിലും ഒരു 3-ാം കിട കോളനിയിലെ 2 യുവാക്കളെ 25 ലക്ഷത്തിന്റെ MDMA-യുമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇവൻ എവിടുന്നാണ് 25 ലക്ഷം? ഇതെന്താ ഗോദറേജിന്റെ പ്രോഡക്റ്റ് ആണോ? കുറേശ്ശെ വിറ്റിട്ട് തിരിച്ച് കാശ് കൊടുത്താൽ മതി എന്ന് പറയാനായിട്ട്? അല്ലല്ലോ. ഇവന് എവിടുന്ന് കിട്ടി 25 ലക്ഷം? ഈ 25 ലക്ഷത്തിൽ വിറ്റിവന്റെ ലാഭം എടുത്തു വേണ്ടി ഈ മുതൽ ഇവൻ ആർക്കാണ് കൊടുക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കൂ. അല്ലാതെ പാലാപിതാവിന്റെ നെഞ്ചത്തോട്ട് കയറാനല്ല വേണ്ടത്. പാലാപിതാവ് അല്ല ആദ്യം പറഞ്ഞത് അൽ ജസീറയാണ് പറഞ്ഞത്. മുഹമ്മദ് എന്ന് പറയുന്ന അമേരിക്കയിൽ അറസ്റ്റിലായവന്റെ കാര്യത്തിൽ അൽ ജസീറയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് അൽ അറേബ്യ പത്രമാണ് പറഞ്ഞത്. പിന്നീട് ഇന്ത്യയിൽ ആദ്യം കേട്ടത് അത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് ഇത്രയധികം ഇതായെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയാണ് ധീരന്മാരായ രാജ്യത്തോട് സ്നേഹമുള്ള പട്ടാളക്കാരും കേണൽമാരും മേജർമാരും ഉയർന്നു വരുന്നത്. പഞ്ചാബിനെ തകർത്തു കഴിഞ്ഞാൽ നന്ന സൈനികരെ ഇന്ത്യക്ക് ഇല്ലാതാക്കാം. അതാണ് പഞ്ചാബിനെ ലക്ഷ്യം വെച്ചത്. രാഹുൽ ഗാന്ധി, ഇവിടുത്തെ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി പഞ്ചാബിൽ പോയി നിന്ന് പറഞ്ഞില്ലേ 10ൽ 9 പേരും മയക്കുമരുന്നിന് അടിമകളാണെന്ന്? ആരെങ്കിലും അദ്ദേഹത്തിനെ ഏറ്റെടുത്തോ? ആരെങ്കിലും അദ്ദേഹത്തിന് കൂട്ടുനിന്നോ? എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ആ യാഥാർത്ഥ്യം പറഞ്ഞത് ആരാണ്? പാലാപിതാവല്ലല്ലോ. അപ്പോൾ പാലാപിതാവ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയധികം വിഷമം ഉണ്ടായി എങ്കിൽ അതിന്റെ പിന്നിലെ മയക്കുമരുന്നിന്റെ വ്യവസായത്തിന്റെ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? അത് തീവ്രവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് മത തീവ്രവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിവിടെ അന്വേഷിക്കപ്പെടണം. അല്ലാതെ പാലാപിതാവിന്റെ നെഞ്ചത്ത് കയറാൻ നിങ്ങൾ ന്യൂമാൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയ പഴയ കാലമല്ലത്. ജോസഫ് സാറിന്റെ കൈ വെട്ടിയെടുത്ത പഴയ കാലമല്ലത്. ഓർത്തുകൊള്ളുക. ശക്തിയും ബുദ്ധിയും ഇച്ഛാശക്തിയുമുള്ള ഒരു ജനതയോട് നിങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉയർന്നു വന്നത് ബോംബിന്റെയോ ബെൽറ്റ് ബോംബിന്റെയോ തോക്കിന്റെയോ വാളിന്റെയോ ബലത്തിലല്ല, വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിയുടെയും ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ആത്മധൈര്യത്തിന്റെയും ക്രിസ്തു വന്ന ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ സത്യഏക ദൈവത്തിന്റെ ആത്മധൈര്യത്തോടെയാണ് ഞങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. ഞങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കൂ. ഞങ്ങൾ ആരെയും കൈവെട്ടാൻ പോകില്ല. ഒരു പൊതുമുതൽ നശിപ്പില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളെ ഞങ്ങൾ ധിക്കരിക്കില്ല. ഞങ്ങൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കൂ എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ലവ് ജിഹാദിനെ കുറിച്ച് ഇപ്പോൾ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായി പ്രബല ന്യൂനപക്ഷ സമുദായമായ ക്രിസ്ത്യൻ സമുദായവും പ്രബല ഹിന്ദു സമുദായവും ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായവും തങ്ങളുടെ മക്കളെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഡേറ്റയുടെ പിതാവേ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കണ്ടെത്തണം. അതിനാണ് ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരുന്നത്. ഒരു
പ്രബല രണ്ട് സമുദായങ്ങൾ പറയുന്നു, കഴിഞ്ഞ 15 വർഷമായിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് എന്തുമാത്രം പെൺകുട്ടികൾ ഇവിടുന്ന് പോയി, എന്തുമാത്രം പെൺകുട്ടികൾ തിരിച്ചു വന്നു, എത്ര പെൺകുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്, ആ ഡേറ്റ നിങ്ങൾ കണ്ടെത്തണം. അതിനാണ് ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ ചാനൽ ഫ്ലോറുകളിൽ 1000-1 ബിന്ദു സമ്പത്തും 1000-1 അശോകനും വരുമായിരിക്കും. പക്ഷേ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ എല്ലാം തകർന്നു കഴിയുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മാധ്യമ വിചാരണയ്ക്കിരുത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾക്ക് ഗവൺമെന്റിലാണ് വിശ്വാസം. അവർ അത് കണ്ടെത്തണം. പിന്നെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, PC ജോർജ് സാറ് പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ്. 10:01 10 മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന കാര്യം 10:01 10 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിയുമ്പോൾ മൊബൈലിൽ കാണുന്ന തലയ്ക്ക് മുകളിൽ ക്യാമറയുള്ള കാലമാണ്. നിങ്ങൾ കാണിക്കുന്ന ഓരോ കള്ളത്തരവും ഇവിടെ സോഷ്യൽ മീഡിയയിൽ പൊളിക്കപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈന്തപ്പഴത്തിനും വിമാന ടിക്കറ്റിനും നാടൻ ചെറുതേന്റെ കെണിയിലും പെട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും? നിങ്ങൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. PC ജോർജ് സാർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും.